ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. രാവിലെയാണ് കേട്ടോ വന്നത്. അപ്പോൾ വൈകിട്ട് നമുക്ക് നല്ല ഫ്രഷ് മത്തി കിട്ടി. അതിൻ്റെ കൂടെ പഞ്ഞീനും ഉണ്ടായിരുന്നു. പഞ്ഞീനെല്ലാം വാഷ് ചെയ്തതിന് ശേഷം ഉപ്പും കൂട്ടി തിരുമ്മി വെച്ചു. ശേഷം ഫ്രൈ പാൻ എടുത്ത് പച്ചമുളകും കറിവേപ്പിലിട്ടു നന്നായി ഗാർണിഷ് ചെയ്തു. അപ്പോൾ തലേ ദിവസം അച്ഛൻ കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഉറപ്പിച്ച് കപ്പയും മത്തിക്കറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുകയാണ്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് പഞ്ഞീൻ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞ് കുക്കറിലേക്ക് കട്ട് ചെയ്തെടുത്തു. അപ്പോഴേക്ക് പഞ്ഞീൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും പഞ്ഞീൻ ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടമാണോ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ റിച്ചു കഴിച്ചിട്ട് സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കപ്പ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടോട് കൂടിയിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കപ്പ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മൾ കപ്പ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തു. ചൂടോട് കൂടിയിട്ട് കപ്പ കഴിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമില്ലേ ഫ്രണ്ട്സ്? ഞങ്ങളുടെ വീട്ടിൽ രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഡിന്നർ കഴിക്കാറുള്ളത്. പകൽ അങ്ങനെ ആരും കിട്ടാറില്ല. കപ്പ സെർവ് ചെയ്തതിന് ശേഷം മുളകിട്ട മീൻകറിയും നമ്മൾ സെർവ് ചെയ്തു. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.